സാബുവും സായിയും തമ്മിൽ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. അവിടെ സാബു വിളിച്ചിട്ട് സായിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഈ വീട്ടിലെ ഏറ്റവും നല്ല മത്സരാർത്ഥി, ഏറ്റവും മോശം മത്സരാർത്ഥി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മോശം കണ്ടസ്റ്റന്റ് ആയിട്ട് അവിടെ പറയുന്നത് നോറയാണ്. ഏറ്റവും നല്ല മത്സരാർത്ഥിയായിട്ട് തോന്നുന്നത് സ്വയം ഞാനാണ് എന്നാണ് സായി പറയുന്നത്. അത് കഴിഞ്ഞാൽ ആരെന്ന ചോദ്യത്തിന് അവിടെ ഗബ്രിയാണ് എന്ന് പറയുന്നുണ്ട്. ആ മത്സരാർത്ഥി ഇവിടുന്ന് ഔട്ടായി പോയി. പിന്നെ ആര് എന്നുള്ള ചോദ്യത്തിന് സിജോയാണ് ഉത്തരം പറയുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ഒരാളും കൂടി ഉണ്ട്, ആ ആള് മനസ്സിൽ 50-50 ആണ്, അത് ആര് എന്ന് ചോദിക്കുമ്പോൾ ജിൻഡോ ആണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സാബ് അവിടെ കൊടുക്കുന്ന മറുപടി എന്തെന്നാൽ, ഒബ്സർവേഷൻ കറക്റ്റ് ആണല്ലോ എന്നാണ്. ആ ഒബ്സർവേഷൻ കറക്റ്റ് ആണല്ലോ എന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ സായിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ് എന്നൊരു ധാരണയാണ് ഇപ്പോൾ സാബു മോൻ കൊടുത്തിരിക്കുന്നത്. അവിടെ എങ്ങനെ പോയാലും സിജോകൾ മുന്നിൽ നിൽക്കുന്നത് ജിൻഡോ ആണ്. ജിൻഡോയ്ക്ക് 50-50 ആണ് അവിടെ സായി പറഞ്ഞ മറുപടി. പക്ഷെ ആ ഒബ്സർവേഷൻ കറക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് സാബു അവിടെ ക്ലൂ കൊടുത്തത്. എന്തായാലും അവിടെ നിന്ന് ഇനിയെങ്കിലും അവിടെ നിന്ന് കളിച്ചു തുടങ്ങാനായിട്ട് സാബു സായിക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇനിയെങ്കിലും ചിപ്പിട്ട് കളി തുടങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല, അവസാന നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ സാബു പറയുന്നുണ്ട്. പക്ഷേ ഇതിലും വലിയൊരു ട്വിസ്റ്റ് അവിടെ നടന്നിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് സായി വന്ന് നോറയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നോറയുടെ അടുത്ത് സംഭവം നേരെ ട്വിസ്റ്റ് ചെയ്തു. സായി കൊണ്ടുവന്ന് നോറയുടെ അടുത്ത് പറഞ്ഞു, അവിടെ സാബു ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, ഇവിടുത്തെ ഏറ്റവും മോശം മത്സരാർത്ഥി ആര് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോറയാണെന്ന് പറഞ്ഞു. ഏറ്റവും നല്ല മത്സരാർത്ഥി ആര് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജിൻഡോയാണെന്നും സിജോ ആണെന്നും പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു ചിപ്പ് മാറ്റണം, ഒബ്സർവേഷൻ കറക്റ്റ് അല്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് സായി പറയുന്നുണ്ട്. നോറ ഭയങ്കര ഹാപ്പിയായി. അപ്പം നോറയുടെ അടുത്ത് പറയും, നിന്നെ ആള് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, നീ സംസാരിക്കുന്നത് നീ ചെയ്യുന്നതൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് സായി അവിടെ പറയുമ്പോൾ നോറ പറയുന്നുണ്ട്, അത് മാത്രമല്ല ആൾക്ക് മുന്നേ എന്നെ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ പേരൊക്കെ വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചു, അപ്പോൾ ആൾക്ക് നല്ല ധാരണയുണ്ട് എന്നെക്കുറിച്ച് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ നോറ പൊന്തി ആകാശത്ത് മുട്ടിയ അവസ്ഥയിലാണ്. സായി അങ്ങോട്ട് എത്തിച്ചു എന്ന് പറയാം. സാബുവിൻ്റെ അടുത്ത് സംസാരിച്ചത് നേരെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നേരെ കൊണ്ടുവന്ന് നോറയുടെ അടുത്ത് പറഞ്ഞത്. ജിൻഡോയ്ക്ക് പുറത്ത് നെഗറ്റീവ് ആണെന്നും നോറ ഭയങ്കര പോസിറ്റീവ് ആണെന്നും സാബു പറഞ്ഞു എന്നുള്ള രീതിയിലാണ് നോറയുടെ അടുത്ത് കാര്യം അവതരിപ്പിച്ചത് സായി. സത്യത്തിൽ നോറയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് സായി. നോറയെ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ആകാശത്ത് എത്തിയിട്ടുണ്ടെന്ന്, നോറ വലിയ സംഭവമാണെന്നാണ് ഇപ്പോൾ നോറ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്.